ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ സാധാരണയായിട്ട് ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം കേട്ടോ കുടിക്കാറ് സ്ഥിരമായിട്ട്. പിന്നെ ഞാനിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു പുട്ടും ഒരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഏതെങ്കിലും ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും പിന്നെ മധുരമില്ലാത്ത ചായയാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ ബോട്ടിൽ ഫില്ല് ചെയ്തെടുക്കട്ടെ. ഞാനിങ്ങനെ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ അവിടേക്ക് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബോട്ടിൽ എടുത്തുക്കും. അപ്പോൾ ഒരു ബോട്ടിൽ കാണുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം കുടിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അതിനായിട്ട് ബോട്ടിൽ ഇപ്പോൾ ഫില്ല് ചെയ്ത് വെക്കാമല്ലോ കേട്ടോ ചെയ്യാറ്. ഞാനത് മുമ്പ് ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പുറത്ത് കാണിച്ചതാട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഇങ്ങനെ ചാറിയോണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രസം പിന്നെ ബീഫ് വരട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കോവക്ക ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പപ്പടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ രസത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക്. അതായത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇടവിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫുൾ ഫാസ്റ്റിങ്ങോ എപ്പോഴും ഒരു മാസത്തിൽ ഒരു 3 ഫാസ്റ്റിംഗ് എങ്കിലും എടുക്കാൻ ശ്രമിക്കണം. പിന്നെ അല്ലെങ്കിൽ ഫുൾ ഫാസ്റ്റിംഗ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ ഉണ്ടാവും, അതെന്തായാലും എടുത്താലും മതി. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് നമുക്ക് വെള്ളം ധാരാളമായിട്ട് കുടിക്കാം കേട്ടോ. ഫുഡ് മാത്രം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അതായത് 16 hours ഫാസ്റ്റിംഗ് ഉള്ള 8 hours ഫുഡ് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. എന്ത് വേണമെങ്കിലും പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കോവക്ക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. അപ്പോൾ ഞാൻ വൈകുന്നേരം ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വെറും ഒരു പപ്പായ മാത്രം കഴിച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ഒരു 6-7 മണി സമയത്ത് ഏകദേശം ഒരു 6 മണിക്കൊക്കെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്സ് ഇത്തിരി പാലൊഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പ് കുറച്ച് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും കുറച്ച് നമ്മളെ റൈസൻസും കാഷ്യൂസും ഒക്കെ കുറച്ചൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് സൺഫ്ലവർ സീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സൺഫ്ലവർ സീഡും പംകിൻ സീഡും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. പിന്നെ ഇപ്പോൾ ഇതിലോട്ട് ഒരു 1/2 പഴം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഞാൻ ഇടാറില്ല കേട്ടോ. മധുരം ഇടാണ്ടിരിക്കുക നല്ലത്. കഴിവതും നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ, വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരത്തിനായിട്ട് ഇപ്പോൾ പഴവും ഉണ്ട് തേനും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മധുരം വേണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 7 മണി കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഒരു 11:30 മണിക്കാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുമ്പോട്ട് ഇനി ഇങ്ങനത്തെ റെസിപ്പീസ് എന്തെങ്കിലും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.